അസ്സലാമു അലൈക്കും ഗെയ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. നമ്മൾ സുഖമായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നലെ രാത്രി ഫുഡിൻ്റെ വീഡിയോയാണ്. ഇന്നലെ രാത്രി ഞാൻ ഫുഡ് ഉണ്ടാക്കിയതാണ്. ഗോതമ്പ് ദോശയും. അപ്പം എനിക്കന്നത്തെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. അതിന്ന് ഇതിൽ ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഞാൻ ബ്രെഡ് കഴിച്ചായിരുന്നു. ബ്രെഡ് ചായയും കൂടിയാണ് ഞാൻ രാവിലെ കഴിക്കാതെയാണ് പോയത്. അപ്പോൾ രാവിലെ മിക്കുള്ള ദിവസം കഴിക്കത്തില്ല. പിന്നെ എന്ന് പറയുമ്പം ഇന്ന് നമുക്കുള്ള അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ. അപ്പോൾ അവൾ സുഖമില്ലാതെ നമ്മളടുത്ത ഹോസ്പിറ്റലുണ്ട്, പുതുതായിട്ട് തുടങ്ങിയ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്, കഫക്കെട്ടായിട്ട് അഡ്മിറ്റാണ്. അപ്പം അവിടെ ഇന്ന് അവൾക്ക് ഊണ് കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയാണ് രാവിലെ ഞാൻ പയർ മെഴുക്കുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തു വിടാമെന്ന് പറഞ്ഞ് അങ്ങനെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അവിടെ ഫുഡിൻ്റെ തിരക്കിലാണെന്ന്. ഒത്തിരി തിരക്കാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക്, ഷെയറും കമൻറ്റ്, സബ്സ്ക്രൈബൊന്നും ചെയ്യാൻ മറക്കണ്ട. പിന്നെ ശേഷം രാവിലെ വന്ന് സ്ലാബിൻ്റെ പുറത്തിരുന്ന് അങ്ങനെ എടുത്തതാണ് അവനെ. ഞാൻ പറഞ്ഞു വീഡിയോയിലോട്ട് നോക്കടാന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്. പിന്നെ വങ്കടയാണ് വാങ്ങിച്ചത്. അപ്പം അത് മുളകും മല്ലിയും പുളിയും ചെറിയ ഉള്ളിയും പിന്നെ ഉലുവയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് പൊടിയൊന്ന് പച്ചമണം മാറാൻ വേണ്ടി ഒന്നൊന്ന് മൂപ്പിച്ചെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിനാണ് ഞാൻ ഇവിടെ പുളി എല്ലാ ആവശ്യത്തിനും എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 സ്പൂൺ എടുത്ത്, മുളക് പൊടി 3.5 സ്പൂണോളം എടുത്തിട്ടുണ്ട്. എരിക്ക് ആവശ്യമുള്ള മുളക് പൊടി. നമുക്കിവിടെ ഉപ്പ് എരിയെല്ലാം വേണം. എനിക്കും എരി വേണം, മോനും എരി വേണം. അത് കണക്ക് തന്നെ മോക്കും എരി വേണം. പിന്നെന്ന് പറയുമ്പോൾ വിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഊണ് ഞാൻ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തിരക്കാണ് രാവിലെ. അപ്പോൾ ഇനി വങ്കട കട്ട് ചെയ്യാനായിട്ടുള്ള ഒരുക്കമാണ്. ഈ വങ്കട എങ്ങനെ കട്ട് ചെയ്തെടുക്കുമെന്നുള്ളൊരു ടെൻഷനിലിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ യുദ്ധം നടക്കുന്നതേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അത് കട്ട് ചെയ്തെടുക്കണം. അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. വങ്കട വാങ്ങിച്ച ഇത് ഇത്തിരി വലിയ വങ്കടയാണ്, ചെറുതല്ല. അപ്പോൾ ഇത്തിരി പാടുണ്ട്. ചെറുതാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ കട്ട് ചെയ്തെടുക്കാമായിരുന്നു. പക്ഷെ വലുതായതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തായാലും വാങ്ങിച്ചതല്ലേ, നോക്കാം എന്തായി തീരുമെന്ന് എനിക്കറിയാൻ വയ്യ. നോക്കട്ടെ എന്താവുമെന്നുള്ളത്. എന്തായാലും ഒരു സൈഡ് ഞാൻ തൊലി എടുത്തിട്ടുണ്ട്. കൈയൊക്കെ ഒരു സൈഡായപ്പോൾ ഇത്തിരി ഒന്ന് അടന്നു. അപ്പോൾ കട്ട് ചെയ്തെല്ലാം എടുത്ത് എന്തായാലും ജയിച്ചെടുത്ത്. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. വിട്ടുകൊടുത്താൽ ഏത് മീനായാലും നമുക്കത് ശരിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചൂടാക്കിയത് കണ്ടായിരുന്നല്ലോ, അതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ചെറിയ തക്കാളി, പച്ചമുളക് ഞാൻ അതിൻ്റെ കൂടെ ഇട്ടങ്ങ് അരച്ചായിരുന്നു. ലാസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് നമുക്ക് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് വരുന്നത് കൊണ്ടാണ് ഈ ഇടയ്ക്ക് ഈ സൗണ്ടുകൾ കേൾക്കുന്നത്. പിന്നെ അപ്പം ഉപ്പെല്ലാം ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക്
നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം കൂട്ടി വെച്ചെടുത്തൊന്ന് അത് തിളച്ച് വരട്ടെ. അപ്പം ഇനി അടുത്ത ജോലിയിലോട്ട് പോവാം. അപ്പോൾ ഇനി കുറച്ച് ചക്ക ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക കൂട്ടാനും വെക്കണം. ഇന്നാൾ അവിടുത്തെ താത്ത കൊണ്ട് തന്നേനെ. അപ്പോൾ ഞാൻ എടുത്ത് ഫ്രീസറിലോട്ട് വെച്ചായിരുന്നു. അപ്പോൾ ആ ചക്കയും കൂടെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം. പിന്നെയെന്ന് പറയപ്പം വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. പിന്നെന്തുണ്ട്, പിന്നെ നമുക്കിനി മീനിട്ട് കൊടുക്കാം. അപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ വങ്കടയൊക്കെ ഇതുപോലെ മുളകും മല്ലിപ്പൊടിയൊക്കെ ചൂടാക്കി വയ്ക്കുന്നതിന് നല്ലത്. കറി നല്ല ടേസ്റ്റ് കിട്ടും. ഇപ്പം മോനും കഴിക്കാൻ വന്നു. ഇന്നിപ്പം 11:30 ആയപ്പോൾ വന്നുപോയി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് കൊണ്ടുപോകാം, അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം അവൻ വന്ന് അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പിന്നെ സമയത്ത് കൊണ്ടുപോക്ക് നടക്കത്തില്ല. പിന്നെ അവിടുത്തെ മോൻ്റെ അടുത്ത് ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ്റെ അടുത്ത് വരാൻ. അങ്ങനെ മോൻ്റെ അടുത്ത് ഫുഡ് കൊടുത്തു വിടാമെന്ന് പറഞ്ഞാണ് പെട്ടെന്നുള്ള ജോലികൾ ചെയ്യുന്നത്. അപ്പം മീൻ കറി നല്ലതുപോലെ ഞാൻ തിളപ്പിച്ച് നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2 പീസേ എടുത്തുള്ളൂ ഞാൻ വറുത്തെടുത്ത്. പിന്നെ ഇനി മുട്ടയും കൂടെ പൊരിക്കുക അവർക്ക് കൊടുക്കാൻ. അപ്പോൾ ചക്ക കൂട്ടാനും എല്ലാമൊക്കെ എടുത്ത് മുട്ടയും കൂടെ പൊരിച്ച് നമുക്ക് കൊടുത്തു വിടാം. പിന്നെ വിശേഷങ്ങൾ എന്തോന്നാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി ഇലയും കൂടെയൊക്കെ വാട്ടിയെടുത്ത് നമുക്ക് ഇനി ചോറൊക്കെ പൊതിയണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. അപ്പം വീഡിയോ കാണണം, എല്ലാവരും കാണാൻ ശ്രമിക്കണം. അപ്പോൾ നാളത്തെ വീഡിയോ കാണും വരെയും അസ്സലാമു അലൈക്കും.